ഏട്ടാ, ഇന്ന് ഈ ഷർട്ട് ഇട്ടാ മതി. പുതിയതാണോ? അതെ, ഞാൻ വാങ്ങിച്ചതാ. ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. ഓ, ഞാനത് ഓർത്തില്ല. പ്രസാദം. എനിക്ക് വേണ്ട. ഇത് കൊണ്ടുവന്നത് ഞാനല്ല, അമ്മയാ. ആരായാലും വേണ്ട. ഷർട്ട് നിന്നോട് ആരാ ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞത്? അടുത്ത പിറന്നാളിന് ഞാനുണ്ടാവില്ലല്ലോ. ഓ, അങ്ങനെ. ഈയിടെയായിട്ട് കുറെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ഫുൾ ടൈം TV കാണലല്ലേ. നീ ഇത് കണ്ടോ? സ്വാതി എനിക്ക് വേണ്ടി വാങ്ങിയതാ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അയ്യേ, കഷ്ടം. ഇതെന്തിനു കൊള്ളാം? എന്തെങ്കിലും വാങ്ങുമ്പോ അത് ആർക്കാ കൊടുക്കാൻ പോകുന്നെങ്കിലും ചിന്തിക്കണ്ടേ ഗുണ്ടു? എന്താ വിളിച്ചത്? ഗുണ്ടു. ഗുണ്ടുമണിയുടെ ഷോർട്ട് ഫോമാ. അങ്ങനെ വിളിക്കുന്നത് ഇവൾക്ക് ഇഷ്ടാ. നിങ്ങളുടെ മകന്റെ ജാതകദോഷത്തിന് ഇനി ഒരു പ്രതിവിധിയുമില്ല. കാരണം പ്രതിവിധി ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ല. സ്വാതി തന്നെയാണ് ആ പ്രതിവിധി. എന്നുവെച്ചാ ഭാര്യാമരണം വിധിച്ചിട്ടുള്ള ഒരു പുരുഷജാതകത്തിന്റെ ദോഷം തീർക്കാനുള്ള ഏറ്റവും നല്ല ഉപായം ദീർഘസുമംഗലി യോഗം വിധിച്ചിട്ടുള്ള ഒരു സ്ത്രീ ജാതകം തന്നെയാണ്. രണ്ട് ജാതകങ്ങളുടെയും പരസ്പര വിരുദ്ധങ്ങളായ യോഗങ്ങളുടെ ബലാബലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഭാവി തീരുമാനിക്കുക. നീൽ മഹേഷിന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ മരിക്കും. സ്വാതിയുടെ ജാതകത്തിൽ ഭർത്താവ് ഉടനെ ഒന്നും മരിക്കാനിടയില്ല എന്ന യോഗവുമുണ്ട്. സ്വാതിയുടെ ജാതകത്തിലെ യോഗത്തിനാണ് ഇവിടെ ബലം. ഒന്ന് നിർത്തി. ഗൗരിയാ? എടുക്ക്. ഹലോ ഗൗരി. വേദ, സൂക്ഷിക്കണം. നിന്റെ അച്ഛനോ അങ്ങളും ഇവിടെ വന്നിരുന്നു നീലിനെ അന്വേഷിച്ച്. അവര് വയലന്റാ. കയ്യിൽ കിട്ടിയ നീലിനെ അവര് ബാക്കി വെച്ചേക്കില്ല. ആണോ? ഗൗരി, താങ്ക്സ്. നീൽ, പ്ലാനൊക്കെ പൊട്ടിയെന്നാ തോന്നേ. എന്റെ വീട്ടുകാര് വിവരം അറിഞ്ഞു. അവര് നീലിന്റെ വീട്ടിൽ ചെന്നിരുന്നു. ദൈവമേ, എന്നിട്ട്? ഒരു കാരണവശാലും എന്റെ വീട്ടുകാരുടെ കയ്യിൽ ചെന്ന് പെടരുത്. പെട്ടാ അത് അപകടമാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കിവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ചെന്ന് താമസിക്കേണ്ടി വരും. നീലിന്റെ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും. ഇങ്ങനെ കറങ്ങുന്നത് ബുദ്ധിയല്ല. ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോ അത് നിന്നെ കൊണ്ട് ഈ രാത്രിയിൽ അതൊന്നും ശരിയാവില്ല. പക്ഷേ സംഭവിച്ചു പോയി. അതിന്റെ പേരില് ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയാ തോറ്റു പോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ സ്വന്തം മോളെ പോലെയാ. അയാൾക്ക് അത്ര വാശിയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ വല്യമ്മേ. എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഞങ്ങൾക്കതില്ല. എന്തു പറഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. പക്ഷെ ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് അതിൻ്റെ സമയം ഇതല്ലെന്നാ എൻ്റെ അഭിപ്രായം. നിങ്ങളെ ഇടത്തി കൊണ്ടുപോയാൽ അതോടെ എല്ലാം അവസാനിക്കും. എന്താണോ നീൽ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും. അങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേർക്കും ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അമ്മേ, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട മോളെ, മോള് കഴിച്ചു. വെള്ളം പോലും ഇറങ്ങുന്നില്ലല്ലോ അമ്മേ. സഹിച്ചല്ലേ പറ്റൂ. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഇറക്കി വിട്ടത് തെറ്റായി പോയിന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല അമ്മ, എനിക്കൊന്നും അറിയില്ല. അവളോട് കരയാതിരിക്കാൻ പറ വാലതി.
അവൾ കരയുന്ന കാണുമ്പോൾ ചങ്ക് പൊള്ളുക. നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മോളെ. ഇതുപോലെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവനത് വീണ്ടും ആവർത്തിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തനിച്ചായി പോയത് ഞാനാ അമ്മ. എനിക്ക് വീണ്ടും ആരും ഇല്ലാതായി. മോളെ, ഞങ്ങളില്ലേ മോളെ നിനക്ക്. നീ വിഷമിക്കണ്ട. അവനിവിടുന്ന് അധിക ദിവസമൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. 1-2 ദിവസമൊക്കെ വാശി കാണും. അത് തീരുമ്പോ താനും ഇങ്ങ് പോരും. എനിക്ക് തോന്നുന്നില്ല അമ്മ. എന്റെ ഇത്രയും ദിവസത്തെ അനുഭവം വെച്ച് നോക്കുമ്പോ ഇറക്കി വിട്ടത് ഏട്ടനൊരു അനുഗ്രഹമായി കണക്കാക്കാനാ സാധ്യത. നഷ്ടം എനിക്ക് അമ്മ. ഒക്കെ ഞാൻ കാരണോ. എല്ലാവരും എന്നെ കുറ്റം പറയും, എന്റെ കഴിവുകേടാന്ന് പറയും, എനിക്ക് ഐശ്വര്യം ഇല്ലാത്തതുകൊണ്ടാന്ന് പറയും. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല മോളെ. ഇപ്പൊ തോന്നില്ല, നാളെ അച്ഛനും അമ്മയ്ക്കും തോന്നും. ഞാനൊരു ഭാഗ്യം കെട്ടവള അമ്മ. നല്ലതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. പാവം, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലും. നീ കേട്ടത് ശരിയാ. ഞങ്ങൾ രണ്ടാളും കുറച്ചു കാലം ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കാൻ പോവാ. അഭിനയം എന്ന് പറഞ്ഞ ജീവിതം പോലെ തന്നെ. അതിന് കൊള്ളി വെക്കാൻ വന്ന ദോശ ചുടുന്ന പോലെ ചുടിഞ്ഞാൻ വല്ല അടുപ്പിലും ഇട്ട് കേട്ടോടി. പഴയ സ്വാതിയല്ല ഞാൻ. ഒന്ന് അന്വേഷിച്ചു നോക്ക് നാട്ടില്. ഞാൻ ശരിക്കും ആരാണെന്ന് നിനക്ക് അപ്പം മനസ്സിലാവും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. സ്വാതിയെ ഉണ്ണാൻ പഠിപ്പിക്കില്ലേ, കളി ഞാൻ പഠിപ്പിക്കുവേ. ഓർത്തോ, ഇനി എന്റെ കുറുകെ വന്നാ ശരീരം നോവിച്ചിട്ടേ ഞാൻ വിടൂ. വഴക്കിനല്ല ഞാൻ വന്നത്. പക്ഷെ വഴക്കിട്ടേ അടങ്ങൂന്നാണെങ്കിൽ അതിനും തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്താടി വേണ്ടത്? എനിക്ക് എന്റെ നീലിനെ വേണം. എനിക്ക് മാത്രമായിട്ട് വേണം. അതിന് നീയായിട്ട് തടസ്സം ഉണ്ടാക്കരുത്. ഉണ്ടാക്കരുത്. നിന്റെ ഭർത്താവിനെ ഞാൻ എന്റെ കാറിന്റെ ഡിക്കിയിലിട്ടോണ്ട് നടക്കുകയാണെന്ന് തോന്നുമല്ലോ നീ പറയുന്നത് കേട്ടാ. എടി, ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ നിനക്ക്? സ്വന്തം ഭർത്താവിനെ വിട്ടുതരണോന്നും പറഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കാല് ചെന്ന് പിടിക്കാന്നുള്ളതാ. അത് ശരിയാ, അതൊരു ഗതികേട് തന്നെയാ. പ്രത്യേകിച്ച് നിന്നെ പോലുള്ള വൃത്തികെട്ട പെണ്ണുങ്ങള് ആണുങ്ങളെ പിടിക്കാൻ വലയും കൊണ്ട് നടക്കുമ്പോ. പക്ഷേ യാചിക്കാനല്ല ഞാൻ വന്നത്, അപേക്ഷിക്കാനും അല്ല, മുന്നറിയിപ്പ് തരാനാ. ഇപ്പൊ ഞാൻ വന്ന് നിന്നതുപോലെ എനിക്കും നീലിനുമിടയിൽ നീ വന്ന് നിൽക്കരുത്. അത് ഓർമ്മിപ്പിക്കാൻ. ഇത്രയും കാലം തൊഴുതു പറഞ്ഞ ഒരു സ്വാതിയെ നീ കണ്ടിട്ടുള്ളൂ. തൊഴുത അതേ കൈകൊണ്ട് കഴുത്തിന് പിടിക്കാനും ഈ സ്വാതിക്കറിയാം. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. നീ എന്താ കവലച്ചട്ടിമ്പികളെ പോലെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഈ തടിയുണ്ടെന്നുള്ള അഹങ്കാരമാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാ മതി, എന്റെ അടുത്ത് എടുക്കണ്ട. തടി എന്റെ അഹങ്കാരമല്ലടി, അഭിമാനമാ. അതിന് പല ഗുണങ്ങളും ഉണ്ട്. അതിലൊരെണ്ണം ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ പലതും ഈ തടി കൊണ്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വഴക്കിടാൻ ഒരു താല്പര്യമില്ല. പക്ഷേ പറയാനുള്ളത് ഏത് വിധിയോടും പറയണമല്ലോ, അതുകൊണ്ട് വന്നതാ. പിന്നെ ഇനി കെട്ടിപ്പിടിക്കുമ്പോ നല്ല മുറുക്ക പിടിക്കണം. എനിക്കത് ഇഷ്ടം.